നമ്മുടെ ആലപ്പുഴയിലെ കുട്ടനാടിൽ കൂടി പോകുമ്പോൾ കാണുന്നത് പോലെ താറാവിന് തീറ്റ കൊടുക്കുന്ന ഒരു കാഴ്ച. പക്ഷേ ഇത് യൂറോപ്പിലാണ്. നമ്മുടെ ആലപ്പുഴയിലെ കുട്ടനാടൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇതാണ് യൂറോപ്പിലെ കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന് ഒരു കാലത്ത് വെള്ളത്തിനടിയിലായിരുന്ന, ഇപ്പോൾ വിൻഡ് മില്ലുകളുടെ സഹായത്തോടു കൂടി വെള്ളത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്ന ഈ പറഞ്ഞ താറാവുകളും കോഴികളും ഒക്കെയുള്ള ഒരു കൊച്ചു ഗ്രാമം. നെതർലാൻഡ്സിലെ ഷാൻസ് എന്ന ഗ്രാമത്തിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ദിവസേന ആകർഷിക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ ഇപ്പോഴത്തെ വരുമാനം ടൂറിസം തന്നെയാണ്. വളരെ ചിട്ടയായ രീതിയിൽ വൃത്തിയോടുകൂടി നിലനിർത്തിയിരിക്കുന്ന ഒരു ഗ്രാമം. അമ്പരചുംബികളായ കെട്ടിടങ്ങളോ ലോകാത്ഭുതങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു ഗ്രാമം. എത്ര മനോഹരമായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കൂ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതെങ്കിലും മിക്ക വിൻഡ് മില്ലുകളും ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. ധാന്യങ്ങൾ പൊടിക്കാനും വെള്ളം പമ്പ് ചെയ്യാനും അങ്ങനെ പല ഉപയോഗങ്ങൾക്കായി ഇതിൽ നിന്നും ഉണ്ടാകുന്ന എനർജി ഉപയോഗിക്കുന്നു. അതിന് മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങൾ വരെ ഇവിടെ നൽകുന്നു. ഒന്നാലോചിച്ചാൽ നമുക്കില്ലാത്ത എന്താണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്? 10-20 വീടുകൾ, വെള്ളത്തിന് മുകളിലുള്ള ഒരു ഗ്രാമം, ഓരോ വീടിന് ചുറ്റും കുറേ വെള്ളം. പക്ഷേ ഇവിടെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങും അതിൻ്റെ മെയിൻ്റനൻസും വൃത്തിയുമെല്ലാമാണ് ഇതിൻ്റെ സവിശേഷത. അത് കണ്ട് മനസ്സിലാക്കാനും സ്വന്തം നാട്ടിലേക്ക് പകർത്താനുമൊക്കെ ആയിട്ടാണ് ഒരുപാട് വിദേശികൾ ഇവിടെ എത്തുന്നത്. ചീസിൻ്റെ നിർമ്മാണവും അതിൻ്റെ വിൽപ്പനയും മറ്റൊരു വരുമാന മാർഗമാണ്. ഇത്തരത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പല രീതിയിലുള്ള ചീസുകൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. 20 യൂറോ എന്നാൽ 2000 രൂപയോളം വരും. എങ്കിലും അവിടെ എത്ര തിരക്കാണെന്ന് നോക്കുക. നമ്മുടെ നാട്ടിലെ കയറ് പിരിക്കുന്നതും റബ്ബർ വെട്ടുന്നതും തെങ്ങിൽ നിന്ന് കള്ളെടുക്കുന്നതുമായിട്ടുള്ള രീതികൾ ഇത്തരത്തിൽ കാണിച്ചു കൊടുത്ത് അവയൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചാൽ ഇതുപോലെ നല്ല വിലയ്ക്ക് തന്നെ വിറ്റുപോകും. അത് കാണാൻ ഒരുപാട് വിദേശികൾ വരികയും ചെയ്യും. പക്ഷേ സമാധാനപരമായ ഒരു അന്തരീക്ഷവും വൃത്തിയുമെല്ലാം നിലനിർത്തി കൊടുക്കണം എന്ന് മാത്രം. നെതർലാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആംസ്റ്റർഡാം സിറ്റിയാണ്. ആംസ്റ്റർഡാം എന്ന നദിക്ക് ചുറ്റും ഒരു ഡാം കെട്ടി നിർമ്മിച്ച, എല്ലാം ലീഗലായ, നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായി പറയപ്പെടുന്നതെല്ലാം ലീഗലായ ആ ഒരു സിറ്റിയാണ് മനസ്സിലേക്ക് എത്തുക. പക്ഷേ ആ നെതർലാൻഡ്സിൽ തന്നെ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളുമുണ്ട്. അവിടേക്കും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിവസേന ഒഴുകിയെത്തുന്നുണ്ട്. സുന്ദരമായ ഒരു ഗ്രാമം, വൃത്തിയോടുകൂടി സമാധാനപൂർണ്ണമായി നിലനിർത്തിയിരിക്കുന്ന ഗ്രാമം. അതാണ് നെതർലാൻഡ്സിലെ ഷാൻസ് ഗ്രാമം. ആ കാഴ്ചകളിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്.